ക്ലാസ് തുടങ്ങാറുള്ളത് ഡിഗ്രി ഫസ്റ്റ് ബാച്ച്. എന്റെ അപ്പം കൊണ്ടൊന്നും ഇവിടെ ആക്കിയത് വളരെ നല്ല കാര്യം. നമ്മുടെ വലിയച്ഛനല്ലേ, വളരെ ക്ലോസ് അല്ലേ, നമുക്ക് പ്രശ്നമില്ല, അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ച് ഫസ്റ്റ് ദിവസം ഞാൻ ഇന്റർവ്യൂവിന് വരുമായിരുന്നു. I want 80% മാർക്ക്, 80% മാർക്ക്. ആകെ 52% എനിക്ക് 10-ലുള്ളത്, 54% എനിക്ക് 12-ലുള്ളത്. അച്ഛൻ 60 ചോദിക്കും, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, മാനേജ് ചെയ്യാം, നടക്കില്ല. ഞാൻ കമ്മിറ്റിയിൽ നിന്ന് ഞാൻ പോയി. ഇവിടെ ഏറ്റവും കൂടുതൽ എഡിറ്റോറിയൽ എഴുതിയ ക്രെഡിറ്റ് എനിക്കതൊന്നും അവകാശപ്പെടുന്നില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു 30 ദിവസത്തെങ്കിലും എഡിറ്റോറിയൽ ഒരു 5 പ്രാവശ്യം വെച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഫോർ നോട്ട് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ഓർ ഫോർ സ്പീക്കിംഗ് ഇൻ മലയാളം ഇൻ ദ ക്യാമ്പസ്. അപ്പൊ അന്ന് എനിക്കിത് മനസ്സിലായിരുന്നില്ല, മനസ്സിലാവില്ല. ഇനി വരുന്ന യുവതലമുറയ്ക്ക് പോലും അല്ലെങ്കിൽ ഇനി വരുന്ന ന്യൂ ബാച്ചിന് പോലും എന്തിനാണ് ഈ ടീച്ചേഴ്സ് ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിലാവില്ല. ഒരു ഇന്റർവ്യൂവിന് പോണത് എങ്ങനെയെന്ന് എന്റെ അറിവ് വേറെ ഒരു സ്കൂളിലും പറഞ്ഞു കൊടുക്കുന്നില്ല. ഒരു ഇന്റർവ്യൂവിന് എങ്ങനെ നീ ഷേവ് ചെയ്ത് പോകണം, നീ ചെരുപ്പല്ല, നീ സോക്സ് എന്തിടണം, ഷൂ എന്തിടണം, അത് പോളിഷ് ചെയ്യണം, ടൈ കെട്ടണം. എന്റെ ലൈഫ് മാറ്റിമറിച്ചത് ഇവിടെയാണ്. ഞാൻ ടൈമെക്സിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, ടൈമെക്സ് വാച്ചസ് ആൻഡ് സ്റ്റേറ്റ് ഹെഡ് ഫോർ കസ്റ്റമർ സർവീസ് ആൻഡ് സ്പെയർസ് മാർക്കറ്റിംഗ് ഫോർ എൻറ്റയർ തമിഴ്നാട്, കേരള ആൻഡ് പോണ്ടിച്ചേരി. അത്രയും ഡെസ്റ്റിനേഷൻ ഞാൻ ഇത്രയും കാലം നൈപുണ്യം എടുക്കാറ് ദൈവകൃപ വേണം. പക്ഷെ ആ ട്രെയിനിങ് എന്റെ കൂടെ ഇന്റർവ്യൂവിന് വന്നവന്മാര് ചുമ്മാ ഷേവ് ചെയ്യാണ്ട് കാര്യങ്ങൾ വരികയും നമ്മൾ ഇതുപോലെ ഗെറ്റപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവ 4 വാസം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പയ്യൻ എടുക്കാം, കാണാൻ കൊള്ളാനോ ഇതിനാണ് ഡ്രസ്സ് കൊള്ളാനോ വിചാരിച്ചെങ്കിലും ആൾക്കാരെടുക്കും. അതെനിക്ക് വന്നത് ഈ നൈപുണ്യം എന്നാണ്. എല്ലാം ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഇതൊക്കെ സിമ്പിൾ ആണെന്ന് വിചാരിച്ചിട്ട് ഇന്നും ഞാൻ പറയുന്നു, എന്റെ ക്ലാസ്സിൽ എന്തൊക്കെ ഒരു പ്രസന്റേഷൻ കോമ്പറ്റീഷൻ ഉണ്ടോ അതിൽ എന്റെ ഗ്രൂപ്പിലായിരുന്നു ഫസ്റ്റ് പ്രൈസ്. ഇവിടെ നിന്ന് ഞങ്ങള് മൂന്നാർ പോയി ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പോയിട്ട് അതിലുള്ള ആരും ഇല്ല എന്നുള്ള സത്യത്തില് അന്നും എന്റെ ടീമിനാണ് ഫസ്റ്റ്. സോ ഐ വാസ് വൺ ഓഫ് ദ ബിഗ് ഷോട്ട്സ്. എനിക്ക് എന്റെ നൈപുണ്യത്തിനെ വളർത്തിയിട്ടുണ്ട് ഇവിടെ. ആ നന്ദി കടപ്പാടും അച്ഛൻ പറഞ്ഞോളം ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടോ ഒരു വോളിബോൾ കോർട്ടോ കൊടുത്തതുകൊണ്ട് തീരുന്നുള്ള വിശ്വാസക്കാരനല്ല. അതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. ഇവിടെ നോക്ക്, നമ്മുടെ ഇവിടെ സാധനങ്ങൾ കമ്മി ഉണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ആ അച്ഛൻ ബാസ്കറ്റ്ബോൾ കോർട്ട് പറഞ്ഞു ഇവിടെ ഉണ്ട്, ഇതിന്റെ അപ്പത്തെ ഇനിയിപ്പോ പണിയാൻ പറ്റും. അങ്ങനെ ചിന്തിക്കേണ്ട നമ്മുടെ മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നല്ലൊരു, അതായത് നമ്മൾ ആഗ്രഹിച്ചത് എന്തൊക്കെയാണ്, ഒരു ഹോം സിസ്റ്റം മാതിരി ഒരു ബൂഫറുള്ള നല്ലൊരു ഓഡിറ്റോറിയം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവിടെ ഡാൻസ് കളിക്കാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ. ആ ഫീൽഡൊക്കെ നല്ലൊരു സ്പീക്കറും കാര്യങ്ങളും വരുമ്പോൾ പതുക്കത് വരും. നമുക്ക് അതൊക്കെ സംഭാവന ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എന്നാ പിന്നെ ചേട്ടൻ തന്നെ ചെക്കിൽ എഴുതിക്കോളാം എന്നുള്ള എല്ലാവരും കൂടി ആവശ്യപ്പെടേ. അപ്പൊ നമ്മളെല്ലാവരും അതും നമ്മൾ മനസ്സിൽ വെക്കണം. പറഞ്ഞ തീരാത്ത കടപ്പാടുള്ള നൈപുണ്യനോട്. പിന്നൊരു കാര്യം, ഇവിടെ ഏറ്റവും കൂടുതൽ ഗുഡ് മോർണിംഗ് ടോക്ക് പറഞ്ഞിട്ടുള്ളത് ഞാനാണ്. എന്റെ അറിവിൽ 5 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രാവശ്യം നമ്മുടെ ദൂരദർശനിൽ പോലും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് എന്നെ അത് ടി-വിയിൽ വരാൻ എന്നെ വരാൻ സഹായിച്ചത് നൈപുണ്യാണ്. ആ കടപ്പാട് എന്നും നൈപുണ്യനോടുണ്ട്. എന്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്. ഒരുപാട് താങ്ക്സ്. എന്റെ പേര് അനൂപ് രാഘവൻ. ഞാൻ 2003-2006 ബാച്ചായിരുന്നു. ഞാൻ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് പ്ലേസ്ഡ് ആയി. ലീലയിലായിരുന്നു ട്രിവാൻഡ്രത്ത് ഒരു 6 മാസം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തു 1 വർഷം. ഇപ്പം പ്രസന്റ്ലി ഞാൻ ഫിഷാറ്റിൽ MBA ചെയ്യുന്നു, ഫസ്റ്റ് ഇയർ ആണ്. ഇവിടുത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജ് ആയിരുന്നു അന്നും ഇന്നും. ഫസ്റ്റ് ഇന്റർവ്യൂവിന് വന്നപ്പോഴും ഈ സ്റ്റേജ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫെയർവെൽ പാർട്ടി ഈ സ്റ്റേജിലായിരുന്നു. ഇപ്പോൾ വീണ്ടും അലുമിനി. എല്ലാം കൊണ്ടും നല്ലൊരു ഓർമ്മയായിരുന്നു 3 വർഷത്തെ നൈപുണ്യ ജീവിതം. പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ സ്ട്രിക്ട്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഹോട്ടൽ മാനേജ്മെന്റ് ഒരു ഫീൽഡ് എടുത്തുള്ള ആളല്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഞങ്ങൾ തന്നെയാണ് ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. വർക്ക് ചെയ്യാൻ പോയപ്പോൾ ഒത്തിരി കോൺഫിഡൻസ് വന്നു. പിന്നെ ഞാൻ ഇവിടെ മോർണിംഗ് ടോക്ക് ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് കിട്ടിയിട്ടുള്ള പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്.
അത് പക്ഷെ ഞാനത് വിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആനുവലിലേക്ക് ഒരു കോമൺ സ്പീച്ച് ഉണ്ടായിരുന്നു, അതിന് വിളിച്ചു. അപ്പൊ അതൊരു വാശിയായിട്ട് എടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ പിന്നെ ഫ്യൂച്ചറിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്നത്തെ ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ജിംലി മാഡം ആയിരുന്നു, പിന്നെ ജോൺ ഷിഫ് ഉണ്ടായിരുന്നു, ടോബി സാറ്, പിന്നെ ശ്രീജിത്ത് സാറ്, പ്രവിത മാം, എല്ലാവരും, പിന്നെ അജിത് സാർ ഉണ്ടായിരുന്നു, മാത്യു ഷെഫ്, എല്ലാവരും നല്ലൊരു ടീമായിരുന്നു. എപ്പോഴും എൻകറേജ് ചെയ്തിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യാനും എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ സെബാസ്റ്റ്യൻ അച്ഛനായാലും അച്ഛൻ്റെ ക്യാപ്റ്റൻ ഇപ്പോൾ പേടിയാണ്. പിന്നീട് അവൻ പുറത്തിറങ്ങിയപ്പോഴാണ് ആ ഫ്രണ്ട്ലിനെസ്സും പിന്നെ എനിക്ക് മനസ്സിലായ പൊസിഷൻ ഡിമാൻഡ്സ് ദാറ്റ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ. പോളച്ചനായാലും നല്ലൊരു ഫ്രണ്ട്ലി ആയിരുന്നു. 3 വർഷം വളരെ ശരിക്കും എൻജോയ് ചെയ്തു. എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു. ഹലോ, എൻ്റെ പേര് ജോർജ് വർഗീസ്. ഞാനിവിടെ 2003 കമ്പ്യൂട്ടർ